ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താ പറയുക, നമ്മുടെ വേറൊരു കാറിൻ്റെ എന്താ പറയുക കളക്ഷനല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പുതിയ കാറ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാറൊക്കെ കാണിച്ചു തരാനാണ്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു M4 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് പഴയ വീഡിയോ, ഇതിന് മുമ്പത്തെ വീഡിയോ ഇല്ലെന്നാണ്. കാരണം നമ്മൾ കളിച്ചിട്ടിപ്പോൾ ഈ ഗെയിം ഇപ്പോൾ കളിച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ടാവും എന്ന് തോന്നുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ ഈ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്രീം കാർ ആയതുകൊണ്ടാണ് ഞാൻ നല്ല ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്താ പറയുക ഇങ്ങനെയൊക്കെ എടുത്തത്. പിന്നെ ഈ കാർ എനിക്ക് ഒരു 30 മില്യൺ കിട്ടിയത്. എൻ്റെ പൈസ ഇപ്പോൾ നോക്കണമെങ്കിൽ അധികമൊന്നും ഇല്ല, ഒരു 100 ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ വാങ്ങിച്ചത് നമ്മുടെ സൂപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഈ ഔഡി കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്താണെന്നറിയില്ല, കാർ കാണുമ്പോൾ തന്നെ അപ്പോൾ വാങ്ങിച്ചോണ്ടാണ്, അതുകൊണ്ട് ഒട്ടും പൈസ നമ്മുടെ കയ്യിൽ നിൽക്കണില്ല. പിന്നെ ഇത് ഈ ഫെറാറി ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ കാറും അങ്ങനെ തന്നെ ഉണ്ട്, വേറെ ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ M5ഉം പിന്നെ നമ്മുടെ മോൺസ്റ്ററും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. M5 ഉണ്ട്. നമ്മൾ എന്താ പറയുക ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ M4. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു, എല്ലാം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ ദാറ്റ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക ഒരു റിയാക്ഷൻ എന്നല്ല, നമ്മൾ വെറുതെ ഒന്ന് കളിക്കാൻ പോകുന്നതാണ്. അതിൻ്റെ കൂടെ നല്ല ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫോൺ ഒഴിക്കാൻ പറയാം. നമ്മൾ ഒരു പുതിയ വീട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ഞാൻ എന്താ പറയുക, നമ്മുടെ GTR ഒരു റീൽ ഉണ്ടായിരുന്നില്ല, ആ റീലിലൊക്കെ നിങ്ങൾ നോക്കും, ബാക്ക്ഗ്രൗണ്ടിൽ നോക്കണമെങ്കിൽ ഒരു വീടായിരുന്നു. അത് ഞാൻ അപ്പോൾ ആ ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല വാങ്ങിച്ചിട്ടുണ്ടോയെന്ന്, കാരണം ഞാൻ വീടിൻ്റെ ഒരു കാര്യം ഞാൻ മറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറഞ്ഞു വീട് വാങ്ങിച്ചോ, ആ വീടിൻ്റെ ഇതെന്ന് ഞാൻ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. അപ്പോൾ ഇവിടെ വെച്ചാണ് നമ്മുടെ GTR റീലും എല്ലാം എടുത്തേക്കണത്. അതെ, നമുക്ക് എന്തായാലും നമ്മുടെ M4 ഇതാണ്. M4 അടിപൊളിയാണ്. ഇത് HP എത്രയെന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നോക്കാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ HP വന്നിരിക്കുന്നത്, 636 ആണ്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇന്ത്യ, ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് എന്താ പറയുക അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു യെല്ലോ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. വേറൊരു ഇതും വന്നിട്ടില്ല. നമ്മുടെ ഒരു M5 ഇല്ല, ആ ഒരു M5ൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ അധികമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ എൻജിൻ റൂമിലേക്ക് പോകണമെങ്കിൽ ഇതുണ്ടോ, ഒരു ഈ ഹുഡ് കണ്ടോ, അതിൻ്റെ ബാക്കിൽ ഒരു ബ്ലൂ കളർ പോലെ വന്നിട്ടുണ്ടോ. അത് ഞാൻ ചെയ്തതല്ല, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അത് നല്ല രസമായിട്ടുണ്ട്, അതുകൊണ്ട് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗായ്സ്. അപ്പോൾ നമ്മുടെ എൻജിനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറ്. ഈ ഒരു ലുക്ക് നല്ലല്ലേ ഗൈസ്, ഇതുണ്ടോ, ഒരു നൈസ് ലുക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഹോം ടൂർ പോലെ ആക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേനും എന്താ പറയുക, നമ്മുടെ ഹോളാണിത്, ലോഞ്ച് പോലെയാണ്. ഇതാണ് നമ്മുടെ ലോഞ്ച്. ഇവിടെ നമുക്ക് കാർ ഇടാം, പക്ഷെ നമ്മൾ കാർ അങ്ങനെ ഇടാറില്ല, കാരണം നമ്മുടെ വീടല്ലേ. പിന്നെ ഇത് നമ്മുടെ കിച്ചണാണ്, കിച്ചൺ. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ എന്താ പറയുക TVയും കാര്യങ്ങളെല്ലാം വന്നേക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂം എല്ലാം വന്നേക്കണ മുകളിലാണ്. ഇവിടെ ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു വ്യൂ ഇടാം. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തായിരുന്നു, ഇവിടെ വെറുതെ ഒരു ചില്ല് ചെയ്യാനായിട്ടൊരു എന്താ പറയുക ഏരിയ ആണ്. ഇങ്ങനെ നമുക്ക് വെറുതെ ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് നമ്മുടെ ഗ്യാരേജിലേക്ക് പോണ ഒരു ഇത് എന്താ ഡോറ്. പിന്നെ ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ ഇത് എന്താ പറയുക നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു TVയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എന്താ പറയുക ചില്ലാകാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോകുന്ന ഇതാണ്. ഇവിടെ എന്താ അധികം കാര്യങ്ങളൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു ഷെഡ് പോലത്തെ ആ ഒരു കാര്യങ്ങൾ അത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ കിടക്കുക. പിന്നെ ഇവിടെ നമ്മുടെ പൂച്ച ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ പൂച്ച ഉറങ്ങാനാണ്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കാറ് കാണാൻ പറ്റും, നമ്മുടെ ബോണറ്റൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ട് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ എന്താ പറയുക ഗെയിമിങ് സെറ്റപ്പ് എന്നൊക്കെ പറയാം. ഇവിടെ ചെറിയൊരു ലാഗ് പോലെ ഉണ്ട്, എന്താണെന്നറിയില്ല. ഇവിടെയാണ് നമ്മുടെ ഗെയിമിങ് സെറ്റപ്പ്, നമ്മുടെ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ PC, നമ്മുടെ ഫോണും എല്ലാം ഇവിടെ ഉണ്ട്. അവിടെ കുറച്ച് കപ്പൊക്കെ ഉണ്ട്, അത് ഞാൻ എന്താ പറയുക ചായയൊക്കെ കുടിച്ചിട്ട് വെച്ചതാണ്. ഞാൻ താഴത്തേക്ക് കൊണ്ടാൻ മടിയായിരുന്നു. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വന്നത്.
അപ്പോൾ നല്ല എന്താ പറയുക ഒരു വലിയ റൂമിലാണ് വന്നേക്കുന്നത്. ബാത്റൂം തന്നെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോണത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. അപ്പോൾ ഇവിടെയും നമ്മുടെ ബാൽക്കണി, അത് ഞാൻ അങ്ങോട്ട് പോകണില്ല കാരണം അവിടെ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അതെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ജിം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണേ. പിന്നെ ഇവിടെയും ഇതേപോലെ എന്താ പറയുക ചില്ലൊക്കെ കേൾക്കാനായിട്ട് ചെറിയൊരു എന്താ പറയുക സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ബാൽക്കണി. ഇവിടെ എന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ബാക്ക് ആ ഒരു ക്യാഷിലും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക ചെറിയ ഒരു ടേബിളും കാര്യങ്ങളും കോഫിയൊക്കെ കുടിക്കാനായിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എന്താ പറയുക നമ്മുടെ ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഇത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എന്താ പറയുക നമ്മുടെ വീടെന്ന് പറയുന്നത്, ചെറിയ. പിന്നെ ഇവിടെ നമ്മൾ ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ റൂമിലും എന്താ പറയുക സ്പീക്കറൊക്കെ ഉണ്ട്. കാരണം എനിക്ക് പാട്ടൊക്കെ കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എന്താ പറയുക എല്ലായിടത്തും ഞാൻ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ കാറിന് അങ്ങോട്ട് പോകാം. ചെറിയൊരു ലാഗ് പോലെ ആകുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ ഗ്യാരേജിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതല്ലല്ലോ നമ്മുടെ ഗ്യാരേജ്, ഇതാണ്. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാരേജ്. ഇവിടെ നമ്മൾ ചെറിയ സോഫയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു സൗണ്ടിന് വ്യത്യാസമുണ്ട് ഇവിടെ. പിന്നെ എന്താ അതൊരു ഹൈവേൻ്റെ ആ ഒരു സൗണ്ടാണ്. പിന്നെ ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ടി വിയും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെയാണ് വെച്ചേക്കണത്. പിന്നെ അവിടെ ഒരു ഫ്രിഡ്ജ് എല്ലാം വെച്ചിട്ടുണ്ട്. എന്താ പറയുക നമ്മുടെ ഡ്രിങ്ക്സും കാര്യങ്ങളെല്ലാം വർക്കൊക്കെ നമ്മൾ കാറിൽ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക ടയേർഡാകുമ്പോൾ കുടിക്കാൻ റെഡ് ബുള്ളും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചേക്കണം. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാർ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടെ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കണ്ടോ ആ ഒരു സ്ഥലത്ത് അവിടെ എന്താ പറയുക നമ്മൾ വെറുതെ ഉണ്ടാക്കിയിട്ടേക്കുന്നത് എന്താ പറയുക ഇടയ്ക്ക് നമ്മൾ ഈ സമ്മറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ലൊക്കെ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാറും എല്ലാം വന്നത്. പിന്നെ വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത്രയ്ക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു റീലിട്ടിട്ടുണ്ട്. എന്താ പറയുക നമ്മുടെ BMW എന്താ പറയുക BMW എടുത്തിട്ട്, പക്ഷേ BMW M2 വെക്കാൻ ഞാൻ മറന്നുപോയി. M4 ഉണ്ട്, M5 ഉണ്ട്, നമ്മുടെ 2 M5 ഉണ്ട്, നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറിലും ഉണ്ട് അതിൽ. അപ്പോൾ ആ ഒരു റീല് നിങ്ങൾ നോക്കിയിട്ടാണ്. പിന്നെ നമ്മുടെ ടൊയോട്ട സുപ്ര നമുക്ക് കിട്ടിയതിന് ഇതാണ് നമ്മുടെ ടൊയോട്ട സുപ്ര. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് ഇത് ഔഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. ടൊയോട്ട സുപ്ര അതെന്തോ പറയാനാണ്. ഇതാണ് നമ്മളൊരു ഡ്രാഗ്സ്റ്റർ ഓയിലാണ് ആക്കിയേക്കണം, ബാക്കിലത്തെ ടയറിലേക്ക് ഒക്കെ കാണാൻ പറ്റും. പിന്നെ വേറെ അധികം കാറൊന്നും കിട്ടിയില്ല. പിന്നെ ഈ ഫെറാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ പറയുക വിൽക്കാൻ നോക്കണതാണ്. കാശ് എൻ്റെ ഒട്ടും പൈസ ഇല്ല. ഇപ്പോൾ ഞാൻ എന്താ പറയുക നല്ല ബ്രോക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെറാറി. നല്ല വൈറ്റ് ബോഡി കിറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കണേ. വേറെ അധികം കാര്യങ്ങളില്ല. നമ്മുടെ ബാക്കിയല്ലാതെ നമ്മുടെ റേഞ്ച് റോവറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല എന്താ പറയുക സ്നോയിൽ പോയിട്ട് എന്താ പറയുക ഫുൾ സ്നോ ആയിട്ട് കിടക്കണതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അടുത്ത ദിവസം ഇതുകൊണ്ട് വാഷൊക്കെ ചെയ്യണ ഒരു വീഡിയോ ആയിട്ടായിരിക്കും വന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ F1 വന്നിട്ടുണ്ട്. F1 നല്ലതാണ്. എന്താ പറയുക ആ ഒരു സ്പീഡും കാര്യങ്ങളും. F1 എനിക്ക് എൻ്റെ ഇതിലേതിലൊരു കാറ് വിറ്റാൽ എനിക്ക് 50 മില്യൺ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പക്ഷെ ഒന്നും കൊടുക്കാൻ നോക്കുന്നില്ല, കാരണം എല്ലാം കൊണ്ടും എനിക്കൊരു ഫേവറേറ്റ് വണ്ടികളാണ്. അപ്പോൾ ഈ വണ്ടി ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ F1 കൊടുത്താലും മതി, പക്ഷേ F1ൻ്റെ സ്പീഡും കാര്യങ്ങളൊന്നും വേറൊരു വണ്ടിക്ക് ഇല്ല. പിന്നെ ഞാൻ കൊടുക്കാൻ നോക്കണമെന്ന് വെച്ചാൽ ഈ റോൾസ് റോയ്സ്, ഈ ഫെറാറി, പിന്നെ ഈ സുപ്ര, പിന്നെ ഈ ഔഡി, പിന്നെ ഈ AMG കൊടുക്കാൻ നോക്കുന്നുണ്ട്, പിന്നെ ഈ കമാറോ, പിന്നെ ഈ M2 എനിക്ക് കൊടുക്കണമെന്നില്ല, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ M2 കൊടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്താ പറയുക, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക M2 കൊടുക്കണോ വേണ്ടതെന്ന്. അപ്പോൾ ബാക്കിയെല്ലാം കാറും അങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വിറിൽ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ദിവസം എന്താ പറയുക നമ്മൾ ഫ്ലൈയിങ് സ്ക്വിറിലായിട്ട് ഒരു ട്രിപ്പല്ല, നമ്മളിങ്ങനെ എന്താ പറയുക ഹൈവേയിൽ കൂടി ഇങ്ങനെ നമ്മൾ പോകണേക്കും. അപ്പോൾ എന്താ പറയുക നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ വെറുതെ ഓൺലൈനിൽ ഇന്ന് ഞാൻ കളിക്കണില്ല, കാരണം എന്താ പറയുക ഓൺലൈനിൽ ഇപ്പോൾ പോകാനായിട്ട് രസമില്ല. ആരും ഇപ്പോൾ
എന്താ പറയുക, ഞാൻ പോണ ഓൺലൈനിൽ അധികം ആരൊന്നുമില്ല. അറബിക്കിൽ പോയിട്ട് ഞാൻ എന്താ പറയുക കാറ് ഈ കാറുണ്ട് ഇതൊക്കെ വിൽക്കാനും വാങ്ങാനൊക്കെ നോക്കി. വാങ്ങാനല്ല വിൽക്കാൻ നോക്കി. പക്ഷെ അത്രക്ക് പോണില്ല, എന്താണെന്നറിയില്ല. എപ്പോഴും കളിക്കുന്ന അത്രയും ആൾക്കാർ എന്താ പറയുക കുറച്ച് ദിവസമായിട്ട് ഇല്ല, എന്താണെന്നറിയില്ല. നമ്മൾ പിന്നെ ഇന്ത്യൻ സെർവറിൽ പോയി നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സെർവറിൽ നമ്മൾ അടുത്ത ദിവസം പോകണേക്കും. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാണ്ട് ഗായ്സ്, നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ എന്താ പറയുക CPM നമ്മൾ കളിക്കാൻ വേണ്ടി ഇത്തിരി നാളെ ഏകദേശം ഒരു 1-2 മാസമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് CPMൻ്റെ വീഡിയോ മാത്രമാണോ വേണ്ടത്, അല്ലെങ്കിൽ ഞാൻ റോബ്ലോക്സും കൂടി കളിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ റോബ്ലോക്സ് വേണമെങ്കിൽ നിങ്ങൾ റോബ്ലോക്സ് എന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ റോബ്ലോക്സ് ആണ് കിട്ടണമെങ്കിൽ നമ്മൾ റോബ്ലോക്സും കൂടി ആഡ് ചെയ്യണേക്കും എന്നും പറഞ്ഞ് എന്താ പറയുക ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യില്ല. നമ്മളെന്താ പറയുക ഹാഫായിട്ട് ഇങ്ങനെ കളിക്കും. ചിലപ്പോൾ നമ്മൾ റോബ്ലോക്സ് ദിവസത്തിൽ 2 ദിവസം എല്ലാം കളിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് കളിക്കും. നമ്മുടെ വെക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ വെക്കേഷൻ ദിവസം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നേക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.